നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാലത്ത് നമുക്കെല്ലാം എല്ലാമായിരുന്ന നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവികന്മാർ, നമ്മുടെ പിതൃക്കൾ നമ്മളെ കാണാനും അനുഗ്രഹിക്കാനുമായി എത്തുന്ന മറ്റൊരു കർക്കിടക വാവ് കൂടി ഇങ്ങെത്തിയിരിക്കുകയാണ്. നാളെയാണ് കർക്കിടക വാവ്. കൃത്യമായി പറഞ്ഞാൽ ആഗസ്റ്റ് 12 ബുധനാഴ്ച നാളത്തെ ദിവസം ഞാൻ ഈ പറയുന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ നിലവിളക്ക് കത്തിക്കണേ. നമ്മുടെ പിതൃക്കളുടെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള സമയമാണിത്. നമ്മുടെ വീടുകളിലേക്ക് അവർ എത്തുന്ന മുഹൂർത്തമാണിത്. ഈ പിതൃമുഹൂർത്തത്തിൽ ഏത് വീട്ടിലാണോ വിളക്ക് വെച്ച് പിതൃക്കളെ സ്മരിക്കുന്നതും നാരായണമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും ആ വീടിന് പിതൃക്കളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും. വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഉയർച്ചയും ഐശ്വര്യവും ലഭിക്കുകയും ചെയ്യും. ഏറ്റവും കൃത്യമായ പിതൃമുഹൂർത്തം, വീട്ടിൽ വിളക്ക് വെക്കേണ്ട സമയം, അതുപോലെ തന്നെ ബലിയിടാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയാണ് ഇന്ന് കൃത്യമായി പങ്കുവെക്കുന്നത്. നാളെ ഈ സമയത്ത് എല്ലാവരും വിളക്ക് കത്തിക്കുക. പിതൃക്കളുടെയും ഭഗവാന്റെയും അനുഗ്രഹത്താൽ സർവ്വതും ശുഭമായി ഭവിക്കും. ആദ്യം തന്നെ പറയട്ടെ, നാളെ ബലിയിടാൻ പോകുന്നവർ വീട്ടിൽ നിലവിളക്ക് കത്തിച്ചതിന് ശേഷം പോകുന്നതാണ് ഏറ്റവും ഉചിതം. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലും വിളക്ക് കൊളുത്തണം. എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ ഇറങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് പോവുക. ആ മുഹൂർത്തം ഞാൻ പറഞ്ഞു തരാം. രാവിലെ എഴുന്നേറ്റ് ഈ സമയത്ത് കത്തിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി രാവിലെ തീരെ സാധിക്കുന്നില്ലെങ്കിൽ സന്ധ്യാമുഹൂർത്തവും പറഞ്ഞു തരാം. രാവിലെ 4:40 മുതൽ 5:55 വരെയുള്ള പ്രഭാത സമയം, ബ്രാഹ്മ മുഹൂർത്തവും പ്രഭാതവും ചേർന്ന് വരുന്ന ആ സമയം പിതൃപ്രീതിക്കും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നതിനും ഏറ്റവും ഉത്തമമാണ്. നിങ്ങൾക്ക് ആ സമയത്ത് ബലിയിടാൻ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റൊരാളെ കൊണ്ട് വിളക്ക് കത്തിക്കുക. വീട് ഇരുണ്ട് കിടക്കരുത്. കർക്കിടകവാവ് ദിവസം രാവിലെ പിതൃമുഹൂർത്തത്തിൽ വീട്ടിൽ വിളക്ക് വെച്ച് തൊഴുന്നതിനേക്കാൾ വലിയൊരു ഐശ്വര്യം വേറെയില്ല. പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്തെന്നാൽ ബലിയിടാൻ പോകുമ്പോൾ കുളിക്കാതെ പോയി അവിടെ ചെന്ന് കുളിക്കണം എന്നതാണ്. ഇത് പൂർണ്ണമായും തെറ്റാണ്. പലരും രാവിലെ എഴുന്നേറ്റ് ഉറക്കപ്പടിയോടെ അങ്ങനെ പോകുന്നത് കാണാറുണ്ട്. ഒരു കാരണവശാലും അത് ചെയ്യരുത്. രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ബലിയിടാൻ പോകാൻ. എന്നാൽ കുളിക്കുമ്പോൾ എണ്ണ തേച്ച് കുളിക്കരുത്. അത് ബലിയിടുന്ന ബുധനാഴ്ച മാത്രമല്ല, തലേ ദിവസമായ ഇന്നും എണ്ണ തേച്ചുള്ള കുളി ഒഴിവാക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ എല്ലാവരും രാവിലെ 4:40-നും 5:55-നും ഇടയിലുള്ള ആ പിതൃമുഹൂർത്തത്തിൽ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക. ഒരു തിരിയിട്ടോ 5 തിരിയിട്ടോ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് വിളക്ക് കത്തിക്കാം. അതിനുശേഷം ബലിയിടാൻ പോവുക. ബലിയിടാൻ പോകുന്നവർ വെറും വയറ്റിൽ വേണം പോകാൻ. യാതൊരു കാരണവശാലും ആഹാരം കഴിച്ചതിന് ശേഷം പോകരുത്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വിളക്ക് വെച്ച് തൊഴുത് ഐശ്വര്യത്തോടെ പോയി ബലിയിടുക. ആഹാരം കഴിച്ച് വയറ് നിറച്ചു പോകുന്നത് ദോഷകരമാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. സാധാരണക്കാർ വെറും വയറ്റിൽ വേണം പോകാൻ. രാവിലെ വീട്ടിൽ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന 4 ദേവതകളെ പ്രാർത്ഥിക്കണം. ഈ 4 പേരെ പ്രാർത്ഥിച്ചാലേ നിങ്ങളുടെ പിതൃതർപ്പണവും ബലിയിടലും പൂർണ്ണപ്രാപ്തിയിൽ എത്തുകയുള്ളൂ. ഇനി വിളക്കിന് മുന്നിൽ നിന്നോ, ഇനി വിളക്ക് കത്തിക്കുന്നില്ലെങ്കിൽ തുളസിത്തറയുടെ മുന്നിൽ നിന്നോ പ്രാർത്ഥിക്കാം. 1. കുടുംബദേവത. നിങ്ങളുടെ കുടുംബദേവതയെ മനസ്സിൽ പ്രാർത്ഥിക്കുക. കുടുംബദേവത ആരാണെന്ന് അറിയില്ലെങ്കിൽ ഭദ്രകാളി അമ്മയെ കുടുംബദേവതയായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കാം. 2. പിതൃക്കൾ. മൺമറഞ്ഞു പോയ പിതൃക്കളുടെ രൂപം മനസ്സിൽ സ്മരിച്ച് അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. 3. നാരായണമൂർത്തി. ഓം നമോ നാരായണായ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. 4. പരമേശ്വരൻ. ഓം നമഃശിവായ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. നാരായണ മന്ത്രവും നമഃശിവായ മന്ത്രവും 3 തവണ വീതം ചൊല്ലുക. കുടുംബദേവത, പിതൃക്കൾ, നാരായണമൂർത്തി, മഹാദേവൻ എന്നീ 4 പേരെയും പ്രാർത്ഥിച്ച ശേഷമേ ബലിയിടാൻ ഇറങ്ങാവൂ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തലേ ദിവസം രാത്രിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരിക്കൽ എടുക്കുക എന്ന് പറയും, പിന്നീട് വളരെ ലഘുവായി വെള്ളമോ പഴങ്ങളോ മാത്രം കഴിക്കുക. അമിതാഹാരം, ലഹരി പദാർത്ഥങ്ങൾ എന്നിവ 24 മണിക്കൂർ മുമ്പേ തലേ ദിവസം രാവിലെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കണം. ഒരു വ്രതചര്യ എന്നോണം മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി വേണം ബലിയിടാൻ പോകാൻ. വൈകുന്നേരം വിളക്ക് വെക്കുന്നത് മുടക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. നാളത്തെ തിരുസന്ധ്യാ നേരത്ത് വിളക്ക് വെക്കേണ്ട സമയം കുറിച്ചു വെച്ചോളൂ.
6:14 മുതൽ 6:44 വരെയുള്ള 30 മിനിറ്റാണ് ഏറ്റവും ഉചിതമായ സമയം. നാളത്തെ ദിവസം വിളക്ക് കത്തിക്കുമ്പോൾ ഈ ഒരു വിശേഷമന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പിതൃപ്രീതിക്കും നാരായണപ്രീതിക്കും കുലദൈവപ്രീതിക്കും ഉത്തമമാണ്. ഓം ജാമഗ്നിയായ വിദ്മഹേ മഹാവീരായ ധീമഹി തന്നോ പരശുരാമ പ്രചോദയാത്. ഈ മന്ത്രം ഒരു തവണ ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് വെക്കുമ്പോൾ ഒരു ഗ്ലാസ്സിലോ കുമ്പിളിലോ തിളപ്പിക്കാത്ത പച്ചപ്പാലും, പശുമ പാലാണെങ്കിൽ വളരെ നല്ലത്, പഴവും നുറുക്കിയിട്ട് മുന്നിൽ പിതൃക്കളെ സ്മരിച്ച് നേദിക്കാവുന്നതാണ്. 10 മിനിറ്റിന് ശേഷമോ വിളക്ക് അണയ്ക്കുന്ന നേരത്തോ വെള്ളം തളിച്ച് അതെടുത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, കളയേണ്ടതില്ല. ഉച്ചയ്ക്ക് വീട്ടിൽ ഊണ് തയ്യാറാക്കുമ്പോൾ പിതൃക്കൾക്കായി ഒരു വീതം പാത്രത്തിലോ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം വിളമ്പി 7 തലമുറയിലെ പിതൃക്കളെ സ്മരിച്ച് സമർപ്പിച്ച് വെള്ളം തളിക്കുക. 10 മിനിറ്റിന് ശേഷം ആ ഭക്ഷണം വീടിൻ്റെ തെക്കേപ്പുറത്ത് കാക്കയ്ക്കോ കിളികൾക്കോ കഴിക്കാനായി വെച്ചു കൊടുക്കാം. ഇത് വലിയ പുണ്യമാണ്. സാധിക്കുമെങ്കിൽ ബലിയിട്ടതിന് ശേഷം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുക. കുലദേവതയെ പൂജിക്കുന്നതും തൊഴുന്നതും പിതൃക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. ഒരു നാണയം തലയൊഴിഞ്ഞ് കാണിക്കായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ 100 മടങ്ങ് ഐശ്വര്യം ലഭിക്കും. പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. എണ്ണ തേച്ചുള്ള കുളി ഇന്നും നാളെയും ഒഴിവാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, മറുപടി നൽകുന്നതാണ്. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.